സർ, ഉപഭോക്തൃ കമ്മീഷൻ പരാതി നൽകിയിട്ടും കേസ് തീർപ്പാക്കാത്തതുകൊണ്ട് പ്രയാസപ്പെടുന്ന ഉപഭോക്താക്കളുടെ വിഷയമാണ് സഭയിൽ സബ്മിഷനായി ഉന്നയിക്കുന്നത്. സർ 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉപഭോക്തൃ അവകാശങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയതിലും മാധ്യമങ്ങളിൽ ഉപഭോക്തൃ കോടതി ഉത്തരവുകൾ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നതിലും ഉപഭോക്താക്കളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ബോധവാന്മാരായതിലും എറണാകുളം കമ്മീഷൻ 2021 അപേക്ഷിച്ച് ഇരട്ടിയധികം കേസുകൾ 2024 വർഷം ഫയൽ ചെയ്തിട്ടുള്ള സർ വരും വർഷങ്ങളിൽ പുതിയതായി ഫയൽ ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണം ഗണ്യമായ നിരക്കിൽ വർദ്ധിക്കുവാനും ഇടയുണ്ട്. സർ എറണാകുളം ജില്ല ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷനുകളിൽ ഏറ്റവും കൂടുതൽ കേസ് കൈകാര്യം ചെയ്യുന്ന കമ്മീഷനാണ്. സർ 4161 കേസുകളാണ് എറണാകുളം കമ്മീഷൻ തീർപ്പാക്കാനുള്ളത്. സർ കണക്ക് പരിശോധിച്ചാൽ 2020 മുതൽ ഏകദേശം 2020 444 കേസുകളാണെങ്കിൽ 2024 വരുമ്പോൾ 1839 കേസ്. സർ, അതായത് 2020 പുതിയതായി ഫയൽ ചെയ്യപ്പെട്ടതിനേക്കാൾ 4 മടങ്ങ് പുതിയ കേസുകൾ 2004 ഫയൽ ചെയ്തിരിക്കുന്നത്. സർ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ തീർപ്പാക്കുന്നത് എറണാകുളം കമ്മീഷനാണ്. എന്നിട്ടും തീർപ്പാക്കാനുള്ള കേസുകൾ വർദ്ധിക്കുകയാണ്. പത്തനംതിട്ട മറ്റുള്ള ജില്ലകളിൽ പാലക്കാട്, അതുപോലെ കോട്ടയം, ഇടുക്കി, വയനാട്, കണ്ണൂർ അങ്ങനെ ജില്ലകൾ കമ്മീഷനുകൾ ആകെ ഉള്ളതിൽ കൂടുതൽ കേസുകളാണ് എറണാകുളം ഉപഭോക്തൃ കമ്മീഷൻ മാത്രം കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ജീവനക്കാർ എല്ലായിടത്തും തുല്യമാണ്. സർ ഇത്രയും കേസുകൾ കൈകാര്യം ചെയ്യാൻ കമ്മീഷൻ ആകെ ഒരു അസിസ്റ്റന്റ് രജിസ്ട്രാർ, 4 ക്ലർക്കുമാർ, 2 കോൺഫിഡൻസ് അസിസ്റ്റന്റ്, 2 ഓഫീസ് അറ്റൻഡ് മാത്രമാണുള്ളത്. സർ നമുക്കറിയാം കേരളത്തിൽ തന്നെ വാണിജ്യ വ്യവസായം ആയ ജില്ലയാണ് എറണാകുളം ജില്ല. മറ്റു സംസ്ഥാനങ്ങളിൽ നഗരങ്ങളിലുള്ളതിനെ പോലെ ഉപഭോക്തൃ പരാതികൾ പെട്ടെന്ന് തീർപ്പാക്കുന്നതിന് അഡീഷണൽ കൺസ്യൂമർ കമ്മീഷൻ അനുവദിക്കണമെന്ന് ഈ സബ്മിഷനിൽ ആവശ്യമാണ്. സാർ അതൊരു കാര്യം ഈ പുതിയ കമ്മീഷൻ ഏറ്റവും അനിവാര്യമാണ്. ഇനി അങ്ങനെ കമ്മീഷൻ പുതിയ തീരുമാനിച്ചാൽ ആലുവയിൽ എല്ലാ സൗകര്യവും അതിനൊരുക്കി കൊടുക്കാനും അവിടെ അതിനുള്ള നടപടിയെടുക്കാം. സാർ അതുപോലെ തന്നെ അഡീഷണൽ കമ്മീഷൻ നിലവിൽ വരുന്നത് വരെ എറണാകുളം കമ്മീഷനിൽ കേസുകൾ പെട്ടെന്ന് തീർപ്പാക്കുന്നതിന് കൂടുതൽ ജീവനക്കാരെ, ഈ കേസിന്റെ അനുവാദവുമായി കൂടുതൽ ജീവനക്കാരെ അനുവദിച്ച് പുതിയ കമ്മീഷൻ അനുവദിക്കുന്നതുവരെ അതിന് തീർപ്പാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ഈ സബ്മിഷനിൽ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞു. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനും 14 ജില്ലകളിലായി ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകൾ രൂപീകരിക്കുകയുണ്ടായി. സർ 2019 ജൂലൈ 20 നിലവിൽ വന്ന പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഓൺലൈൻ വ്യാപാരം, ഡയറക്റ്റ് സെല്ലിംഗ് തുടങ്ങി നിരവധി മേഖലകൾ കൂടി ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരികയും ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകളുടെ സാമ്പത്തിക അധികാര പരിധി 20 ലക്ഷത്തിൽ നിന്നും 50 ലക്ഷമായി ഉയർത്തുകയും ചെയ്തു. സർ 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉപഭോക്താക്കളുടെ അവകാശങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകളുടെ ഉത്തരവുകൾ പ്രാധാന്യത്തോടുകൂടി ദൃശ്യ, ശ്രാവ്യ, അച്ചടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഉപഭോക്തൃ അവകാശങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾ കൂടുതൽ ബോധവാന്മാരായതിനാൽ സംസ്ഥാനത്തെ കമ്മീഷനുകളിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഫയൽ ചെയ്യുന്ന പരാതികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. വരും വർഷങ്ങളിലും തർക്കപരിഹാര കമ്മീഷനുകളിൽ ഫയൽ ചെയ്യപ്പെടുന്ന പരാതികളുടെ എണ്ണം വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർ, നിലവിൽ സംസ്ഥാനത്തെ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകളിൽ കൂടുതൽ പരാതികൾ തീർപ്പാക്കാനുള്ളത് തൃശ്ശൂരിലും 4096, എറണാകുളത്തുമാണ്. എറണാകുളത്ത് 3980. മറ്റ് ജില്ലകളിൽ തീർപ്പാക്കാൻ ബാക്കിയുള്ള പരാതികളുടെ ശരാശരി എണ്ണം 1033 മാത്രമാണ്. സർ, ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകൾ കൂടുതൽ ജീവനക്കാരെ അനുവദിച്ചുകൊണ്ട് മീഡിയേഷൻ നടപടികൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ തുടർച്ചയായി നടത്തുന്ന അദാലത്തുകളുടെ ഭാഗമായി 16/11/2024 സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലും 7/12/24 ജില്ലകളിലും അദാലത്തുകൾ നടത്തുകയുണ്ടായി. സർ, ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ച ഗൗരവമേറിയ വിഷയം അത് കണക്കിലെടുത്തുകൊണ്ട് എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ തീർപ്പാക്കാൻ ബാക്കിയുള്ള പരാതികളുടെ ബാഹുല്യം കണക്കിലെടുത്ത് മീഡിയേഷൻ നടപടികൾ ശക്തിപ്പെടുത്തിയും
കൂടുതൽ അദാലത്തുകൾ സംഘടിപ്പിച്ചും പരാതികൾ തീർപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് സാർ. ഇതിലേക്കായി പ്രസ്തുത ജില്ലകളിലെ കമ്മീഷനുകളിൽ കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കേണ്ടതുണ്ടോ എന്ന കാര്യം പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്നതാണ്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 28(1) പ്രകാരം സംസ്ഥാന സർക്കാരിന് ആവശ്യമെങ്കിൽ ഒരു ജില്ലയിൽ ഒന്നിൽ കൂടുതൽ ജില്ലാ കമ്മീഷനുകൾ രൂപീകരിക്കാൻ വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ ഉണ്ടെങ്കിലും ആയത് നിലവിലെ സാഹചര്യം നമുക്കെല്ലാം അറിയുന്നതാണ്. ആ സാഹചര്യത്തിൽ പ്രായോഗികമല്ല എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്.